അർജുനും മനുവും ചേർന്ന് ലച്ചുവിനോട് കഥ പറയാൻ തുടങ്ങി. അവൻ്റെ പേര് നാഷിക്, ഞങ്ങളുടെ നാച്ചു. അവൻ്റെ വീട്ടിൽ ഉമ്മ പിന്നെ ഒരു പെങ്ങളൂട്ടി മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു വീടാണ്. അവരാണ് അവൻ്റെ ലോകം. അവൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അതുകൊണ്ട് അവനും ഉമ്മയുമാണ് ആ കുടുംബം നോക്കിയിരുന്നത്. പിന്നെ ഉമ്മാക്ക് വയ്യാതായപ്പോൾ അവൻ ഗൾഫിലേക്ക് പോയി. അവിടെ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടണമെങ്കിൽ ഡിഗ്രിയൊക്കെ വേണം. അവൻ അവർക്ക് വേണ്ടി സമ്പാദിച്ചു, അവരെ ഒരു നിലയിലെത്തിച്ചു. ഇന്ന് അവർക്ക് ഒരു കുറവുമില്ല. അവൻ്റെ പെങ്ങളുടെ പേര് സന. അവളെക്കുറിച്ചാണ് ലച്ചു ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്. അവനക്ക് അവളെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഒരു കുറവ് പോലും അവൻ വരുത്തിയിരുന്നില്ല. അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഗൗതം. അവൻ കാരണം, അതെ, അവനവളെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി നാച്ചുവിന് ഗൾഫിൽ പോകേണ്ടി വന്നു. അവൾ പഠിച്ച കോളേജിലാണ് ഗൗതവും പഠിച്ചിരുന്നത്. കണ്ടാലൊരു മാന്യൻ, പക്ഷേ അവൻ്റെ ഉള്ളിൽ മഹാ ഫ്രോഡാണുള്ളത്. അവരൊരു ഗ്യാങ് ആയിരുന്നു, പക്ഷേ അവൻ എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ള ചവയും. അവരുടെ ഗ്യാങ്ങിലത്തെ എല്ലാവരും അത് വിശ്വസിച്ചു പോയി. എന്തിന്, ഞങ്ങളുടെ സന പോലും. സന അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടായിരുന്നു കണ്ടിരുന്നത്. അവരുടെ കോളേജിൽ ഒരു തെമ്മാടി ഉണ്ടായിരുന്നു, ജോൺ എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ മഹാ കച്ചറയായിരുന്നു. പെണ്ണുപിടിയും കഞ്ചാവും കള്ളും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഈ ഗൗതം. പക്ഷേ അത് കോളേജിൽ ഒരാൾക്ക് പോലും അറിയില്ല. അവർ പുറത്തു വന്നാൽ കീരിയും പാമ്പും ആവും. പക്ഷേ അവർക്കൊരു ഒളിത്താവളമുണ്ട്. അവിടെ പോയിട്ടാണ് എല്ലാ ഫ്രോഡ് പരിപാടിയും ചെയ്യുന്നത്. അവൻ ഞങ്ങളുടെ സനയെയും, അവൻ ആ പന്ന മോൻ ഒരു തരി പോലും വെക്കാതെ പീഡിപ്പിച്ചോളെ. അപ്പോൾ കോളേജിലത്തെ പിള്ളേരൊന്നും അറിഞ്ഞില്ല ഇതൊന്നും. എങ്ങനെ? അവരോടെല്ലാം അവൻ നല്ല അസല് നുണ പറഞ്ഞു കൊടുത്തു, അവളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന്. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചതെന്ന്. ജോൺ നല്ല കൊമ്പത്തെ ടീമായതുകൊണ്ട് ഒരു ഫേക്ക് ഫയൽ ഉണ്ടാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഞങ്ങൾക്ക് അവളെ കിട്ടി. പിച്ചി ചീന്തിയ ദേഹവുമായി അവളെ ഏതോ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ടു. അവന്മാർ വിചാരിച്ചു അവൾ മരിച്ചു എന്ന്. പക്ഷേ അവൾക്ക് ജീവനുണ്ടായിരുന്നു. അതെ, ഒരു ജീവനില്ലാത്ത പാവ പോലെ. പിന്നെ നാച്ചുവിൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറായിരുന്നു. അവിടെ കൊണ്ടുപോയി ആരും അറിയാതെ ചികിത്സിപ്പിച്ചു. അവൾ ഇപ്പോഴും ആരോടും മിണ്ടാറില്ല. അവൾക്ക് അസുഖം കൂടുമെന്ന് കരുതി നാച്ചു ഒന്നും അവളോട് ചോദിക്കാൻ പോയില്ല. പക്ഷേ ഒരു ദിവസം അവൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ കയ്യിലെ ഞരമ്പ് മുറിച്ച് ചോര ഒലിക്കുന്ന സനയാണ് അവൻ കാണാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി. അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ അവളെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് വാതിൽ കുറ്റിയിട്ടിട്ട് അവളുടെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. അവൾ കരഞ്ഞില്ല. അവളുടെ കണ്ണിൽ കരയാൻ ഒരു തുള്ളി കണ്ണീർ പോലും ഉണ്ടായിരുന്നില്ല. അവൻ അവളോട് പറഞ്ഞു, നീ പോയാ എനിക്ക് ഈ ലോകത്ത് ആരാണുള്ളത് മോളെ? എനിക്കറിയണം എന്താ നിനക്ക് സംഭവിച്ചത്. അവൾ സത്യങ്ങളൊക്കെ പറഞ്ഞു. അവനെ ഞാൻ കൊല്ലും, വെറുതെ വിടില്ല, കൊല്ലും അവനെ ഞാൻ. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയവനെ കൊല്ലും ഞാൻ. വേണ്ട നാച്ചുക്ക, അവനെക്കുറിച്ച് എന്നോട് പറയരുത്. അവനിക്കുള്ളത് ദൈവം കൊടുക്കും. പക്ഷേ അവൻ ഗൗതമിനെയും ജോണിനെയും കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ അവളുടെ അസുഖം കൂടി വന്നു. അപ്പോൾ അവനക്ക് പേടി തോന്നി. അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പോയില്ല. അവൻ ആ നാട്ടിൽ നിന്ന് ഈ ബാംഗ്ലൂരിലേക്ക് വന്നു. ലച്ചു ഇതെല്ലാം കേട്ട് നല്ല സങ്കടത്തിലാണ് കേട്ടോ. ലച്ചു തിരിച്ച് അവരോട് പറയാ, എനിക്ക് സനയെ കാണണം. അവൾ ഒറ്റയ്ക്കൊരു റൂമിലാണ് ഇരിക്കാറ്. അവൾക്ക് ആരെയും കാണേണ്ടെന്നാണ് പറയാറുള്ളത്. ഇല്ല, എനിക്ക് ആ പഴയ സനയെ വേണം. ഞാൻ കൊണ്ടുവരും അവളെ പഴയതുപോലെ. പിന്നെ ആ ഗൗതമിനും ജോണിനും അവർക്കുള്ളത് ഞാൻ കൊടുക്കും. നാളെ സൺഡേ അല്ലേ, എനിക്ക് അവളെ കാണണം. നീ ഞങ്ങളോടല്ല, നാച്ചുവിനോട് പോയി ചോദിക്ക്. അവൾ നാച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. നാച്ചുക്ക, അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞു. അവനും അവളെ ചേർത്ത് പിടിച്ചു. സോറി നാച്ചുക്ക, ഞാൻ പറഞ്ഞത് വലിയ തെറ്റാണ്, സോറി. അത് പോട്ടെ, സാരയില്ലടോ. എനിക്ക് സനയെ കാണണം, പ്ലീസ് ഇക്ക. നാച്ചു സമ്മതം മൂളി. അങ്ങനെ അവള് പിറ്റേ ദിവസം നേരത്തെ എണീറ്റു അമ്പലത്തിൽ പോയി. നീ എവിടേക്കാ മോളെ? രാവിലെ തന്നെ ഇന്ന് സൺഡേ ആണല്ലോ എന്ന് അങ്കിള് ചോദിച്ചു. അത് കോളേജിൽ ആർട്സ് ഡേക്ക് ഞങ്ങൾക്കൊരു പ്രോഗ്രാമുണ്ട്. അതിൻ്റെ പ്രാക്ടീസിന് ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. മറുപടിയായി അങ്കിൾ പറയാണ്, കോളേജ് തുറന്നില്ല,
അപ്പോഴേക്കും ആർട്സ് ഡേ ആയോ? ഇല്ല, നേരത്തെ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ്. എന്നാൽ നീ ഒറ്റയ്ക്ക് പോവണ്ട, ആരും മോളെയും കൂട്ടിക്കോ. അയ്യോ അത് വേണ്ട, അവിടെ കുറേ കുട്ടികളുണ്ടാവും, അതിൻ്റെ ഇടയിൽ എനിക്കിവളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതിനവൾ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, അവിടെ എവിടെയെങ്കിലും ഇരുന്നോളൂ. അയ്യോ എനിക്ക് പോകാൻ പറ്റില്ല അച്ഛാ, എനിക്ക് മൺഡേ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. എന്നാൽ നീ പൊയ്ക്കോ, ശ്രദ്ധിച്ചു പോകണം കേട്ടോ. ആ അങ്കിൾ. അങ്ങനെ അവൾ കുറച്ച് നടന്നു. അപ്പോഴേക്കും അർജുനും മനുവും അവളെ പിക്ക് ചെയ്യാൻ വന്നു. കുറേ നേരമായപ്പോൾ നാച്ചുവിൻ്റെ വീടെത്തി. ഒരു ഇരുനില വീടാണ്. അവൾ അകത്തേക്ക് കയറി. നാച്ചു വന്നു. കയറിയിരിക്കെ. എനിക്കിരിക്കണ്ട, എനിക്ക് സനയെ കാണണം. എന്നാ വായോ. അവൻ അവളെ ഒരടച്ചിട്ട റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവൻ പോയി. അവൻ പോയ പാടെ അവൾ വാതിലടച്ചു. അതിൻ്റെ ശബ്ദം കേട്ട് സന തിരിഞ്ഞു നോക്കി. നിങ്ങൾ ആരാ? എനിക്ക് ആരെയും കാണണ്ട. മോളെ, നീ എത്ര കാലമായി ഇതിനുള്ളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്? മോളെ, നീ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്ക്. എന്തിനാണ് ഇനിയും എന്നെ പിച്ച് ചീന്താനോ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഗൗതമിൻ്റെ അനിയത്തിയാണ്. നോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ മോളെ, ഒന്നുമില്ല. മോളെ, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നീ അവരോട് പ്രതികാരം വീട്ടുകയാണ് വേണ്ടത്. അല്ലാതെ അവർക്ക് വേണ്ടി നീ നിൻ്റെ ജീവിതം തുലയ്ക്കരുത്. അവന്മാരിപ്പോഴും സൂഹിച്ച് കഴിയുന്നുണ്ടാവും. നിന്നെപ്പോലെ എത്ര പെൺകുട്ടി അവന്മാർ പിച്ച് ചീതിയിട്ടുണ്ടാവും. അതൊന്ന് നീ ആലോചിച്ച് നോക്ക്. അവന്മാർ ഇനിയും അതുപോലെ തന്നെ ചെയ്യും. ഇന്ന് നീ ആണെങ്കിൽ നാളെ വേറൊരു പെണ്ണ്. നീ ഇങ്ങനെ അടച്ചിരുന്ന നാളെ പോകാൻ പോകുന്നത് കുറേ പെൺകുട്ടികളുടെ ഭാവിയാണ്. നീ പ്രതികരിക്കുക. അവന്മാർ ഇപ്പോഴും വിചാരിക്കുന്നത് നീ മരിച്ചിട്ടുണ്ട് എന്നാണ്. നീ അങ്ങനെ പ്രതികാരം വീട്ടണം. ഞാനുണ്ടാവും നിൻ്റെ കൂടെ. ഇനിയും നീ നിൻ്റെ ഇക്കാനെ വേദനിപ്പിക്കരുത്. നിനക്ക് വേണ്ടി ആ ഇക്കാക്ക നീറിക്കഴിയുകയാണ്. അവൾ അതും പറഞ്ഞു പോയി. എന്താ ലച്ചു അവൾ പറഞ്ഞത്? ഞാൻ പോവാ എന്നും പറഞ്ഞ് അവൾ പോയി. അത് സന ജനലിൻ്റെ ഉള്ളിലൂടെ കാണുന്നുണ്ടായിരുന്നു. സന ഒരു നിമിഷം ചിന്തിച്ചു അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അവൾക്ക് പ്രതികാരം വീട്ടാനുള്ള മനസ്സ് വന്നു. അവൾ ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി. അവൾ അന്ന് ആദ്യമായി പുതിയ വസ്ത്രമിട്ടു. റൂമൊക്കെ ക്ലീനാക്കി ഒരു സുന്ദരി കുട്ടിയായി മാറി. അവൾ വാതിൽ തുറന്നു. എല്ലാവരും ഒരു നിമിഷം അങ്ങോട്ട് നോക്കി നിന്നുപോയി. സന മോളെ. അർജുൻ്റെയും മനുവിൻ്റെയും അവസ്ഥ അതുതന്നെ. നാച്ചു നിന്ന് കരയുകയാണ്. എന്തിനാണ് നാച്ചുക്ക കരയുന്നത്? ഇനി ഈ സന ഒരിക്കലും കരയില്ല. എനിക്ക് ആ ചേച്ചിയുടെ വാക്കുകൾ കൊണ്ടത് എൻ്റെ ഹൃദയത്തിലാണ്. എനിക്ക് നാളെ ഇക്കാക്കൻ്റെ കോളേജിൽ അഡ്മിഷൻ എടുത്തോ. പിന്നെ എനിക്ക് ആ ഗൗതമിനോടും ജോണിനോടും പ്രതികാരം വീട്ടണം. മോളെ, നീ തന്നെയാണോ ഇത് പറയുന്നത്? അതെ അതെ, എനിക്ക് പുറത്തേക്ക് പോകണം, കടൽ കാണണം. അതിനെന്താ പെങ്ങളെ, വായോ. ഞാൻ ഒന്നുകൂടി ഒന്ന് റെഡിയാവട്ടെ. പിന്നെ ആ ചേച്ചിയെയും വിളിച്ചോളൂ. അവൾ റൂമിലേക്ക് പോയി. എടാ, ഞാൻ കാണുന്നത് സ്വപ്നമാണോ? എൻ്റെ സനമോള്. അർജുനും മനുവും ഒരേ സ്വരത്തിൽ പറയാണ്. ഇനി അവൾ വരും. നമ്മുടെ വായാടി സനയായി. നീ ലച്ചുവിനെ വിളിക്കേ. അവളാണ് എൻ്റെ സനയെ എനിക്ക് തിരിച്ചു തന്നത്. അവർ ലച്ചുവിനെ വിളിച്ചു. ഹലോ. മനു. പൊളിച്ചു മോളെ. എന്തേ? നാച്ചു നടന്ന സംഭവമൊക്കെ പറഞ്ഞു. ആണോ? ഞാനും വരാം ബീച്ചിലേക്ക്. അങ്ങനെ അവർ അടിച്ചു പൊളിച്ചു. അങ്ങനെ സനയുമായി ആ ഒരു വർഷം അടിച്ചു പൊളിച്ചു അവർ. ഇന്ന് കോളേജിൻ്റെ അവസാന ദിവസമാണ്. എല്ലാവരും വിഷമത്തിലാണ്. ഈ ഒരു ദിവസവും കൂടി കഴിഞ്ഞാൽ ലച്ചു കോഴിക്കോടേക്ക് പോകും. ലച്ചു ചേച്ചി പോവണ്ട. ലച്ചു ചേച്ചിയാണ് എൻ്റെ ലൈഫ് ഇത്രയും അടിപൊളിയാക്കി തന്നത്. സാരയില്ല, ഇന്നൊരു ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. ഇനിയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല മോളെ. ഇനി ഞാൻ ചേരാൻ പോകുന്നത് സന പഠിച്ച കോളേജിലാണ്. അവിടെ ചെന്നിട്ട് എനിക്ക് ആ ഗൗതമിനെയും ജോണിനെയും ഇഞ്ചിഞ്ചായി കൊല്ലണം. നീ സൂക്ഷിക്കണം മോളെ. നീ പോയാൽ ഞങ്ങളുടെ ലൈഫ് ബോറാവും. എന്നാലും ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. നീ അവന്മാരെ കൊല്ലാനാണല്ലോ പോകുന്നതെന്നോർത്ത്. നീ പറഞ്ഞ പോലെ ഞാൻ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവന്മാരുണ്ടാവും നിൻ്റെ കൂടെ. അങ്ങനെ അവർ അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. പിറ്റേ ദിവസം കോഴിക്കോടേക്ക് പോയി. എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പ്രസൻറ്റ് ഡേയിലെ കാഴ്ചകളാണ് കേട്ടോ.
അനു ഇതൊക്കെ കേട്ടിട്ട് കിളി പോയ അവസ്ഥയിലാണ്. എടി അപ്പം ഗൗതം എന്തൊക്കെ നീ പറയുന്നേ? അപ്പോൾ നീ അതിനു വേണ്ടിയാണോ ഗൗതമിനെ പ്രേമിക്കുന്നത്? അല്ലാതെ നിനക്ക് അവന് ഇഷ്ടമല്ലേ? ഇല്ല, ഞാനും ഉണ്ട് നിൻ്റെ കൂടെ. എനിക്കും അവനോട് പ്രതികാരം വീട്ടണം. അങ്ങനെ പിറ്റേ ദിവസം അവർ കോളേജിലേക്ക് പോയി. അവർ ക്ലാസ്സിലേക്ക് പോയി. മിസ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രിൻസി ക്ലാസ്സിലേക്ക് കയറി വന്നു. പ്രിൻസിയോടൊപ്പം വരുന്ന ആളെ കണ്ട് ലച്ചുവും അനുവും ഞെട്ടിപ്പോയി.